നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സരിത എസ് നായർ പത്തനംതിട്ട ജയിലിൽ വെച്ച് തയ്യാറാക്കിയ 46 പേജുള്ള കുറിപ്പിൻ്റെ ഒരു ഭാഗം റിപ്പോർട്ടറിന് ലഭിച്ചു. ഒരു UDF MPയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ പരാമർശിക്കുന്നത്. മന്ത്രിമാരും MPമാരും കാര്യം നടത്തിത്തരാം എന്ന് വാഗ്ദാനം ചെയ്ത് ശാരീരികമായി ദുരുപയോഗം ചെയ്തതിനെക്കുറിച്ചാണ് കുറിപ്പിൽ പറയുന്നത്. 23 പേപ്പറുകളിലായി 46 പേജുള്ള കുറിപ്പിലാണ് മന്ത്രിമാരെക്കുറിച്ചും MPമാർ അടക്കമുള്ള രാഷ്ട്രീയക്കാരെക്കുറിച്ചും സരിത ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നത്. പത്തനംതിട്ട ജില്ലാ ജയിലിൽ വെച്ച് പൂർത്തിയാക്കിയ കുറിപ്പാണിത്. ബിസിനസ് കാര്യങ്ങൾ നടത്തിക്കിട്ടാൻ മന്ത്രിമാർ അടക്കമുള്ളവർക്ക് ശരീരം കാഴ്ചവെക്കേണ്ടി വന്നു എന്നും ഒടുവിൽ കേസിൽ കുടുങ്ങിയപ്പോൾ തന്നെ വ്യഭിചാരിയാക്കി തള്ളിപ്പറഞ്ഞുവെന്നുമാണ് സരിത പരിതപിക്കുന്നത്. 46 പേജുള്ള കുറിപ്പ് പൂർണ്ണമായും സ്വന്തമാക്കാൻ റിപ്പോർട്ടറിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭ്യമായ പേജിൽ പരാമർശിക്കുന്നവരുടെ പേര് റിപ്പോർട്ടർ പുറത്തുവിടുന്നുമില്ല. ഒരു UDF MPക്ക് മുന്നിൽ വിധേയയാകേണ്ടി വന്നതിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ച കത്തിന്റെ 2 പേജുകളിലുണ്ട്. ദില്ലിയിലെ ഒരു യോഗസ്ഥലത്തും MPയുടെ പ്രാദേശിക ഓഫീസിലും ദില്ലിയിലെ ഫ്ളാറ്റിലും വിളിച്ചുവരുത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കി. ഇതപ്പാടെ സരിത കത്തിൽ വിവരിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും സംപ്രേഷണ യോഗ്യമല്ലാത്തതിനാൽ പുറത്തുവിടുന്നില്ല. എങ്കിലും അധികാരം ഉപയോഗിച്ച് ശരീരം കാഴ്ചവെക്കാൻ ആവശ്യപ്പെടുന്നവരെക്കുറിച്ച് സരിത എഴുതുന്ന കുറിപ്പിലെ പരാമർശങ്ങൾ ഇങ്ങനെയാണ്. ടീം സോളാർ കാരണം എനിക്ക് നഷ്ടമായത് എന്നെ തന്നെയാണ്. മന്ത്രിമാർ MPമാർ അവരുടെ ഭരണസ്വാധീനം പാവപ്പെട്ടവർക്കും ബിസിനസ്സുകാർക്കുമൊക്കെ പേടിയാണ്. ആ പേടി എല്ലാവരും മുതലാക്കും. നടക്കട്ടെ. വാഗ്ദാനം ചെയ്ത പ്രോജക്റ്റിനു വേണ്ടി വീണ്ടും വീണ്ടും കയറിയിറങ്ങുമ്പോൾ പിന്നെയും ശരീരം കൊടുക്കണം. ഒരു പേപ്പർ പോലും നീങ്ങില്ല. കസ്റ്റമേഴ്സിന്റെ ചീത്തവിളി വേറെ. ഈ കത്ത് തന്റേതാണ് എന്ന് സരിത നായർ സ്ഥിരീകരിച്ചു. നമുക്ക് ആ മറ്റേ 23 പേജിന്റെ കുറച്ച് പേജ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടായിരിക്കും കേട്ടോ. അതും അനുബന്ധവും. കത്തിന്റെ പൂർണ്ണരൂപം കേരള കോൺഗ്രസ് നേതാവ് R ബാലകൃഷ്ണപിള്ളയുടെ പക്കലുണ്ട്. എന്നാൽ രാഷ്ട്രീയ വിലപേശലിന് അത് ഉപയോഗിക്കില്ല എന്ന നിലപാടിലാണ് പിള്ള. കത്ത് പുറത്തുവിടാതിരിക്കാനും മറ്റാരെങ്കിലും വഴി പുറത്തുപോയാൽ അത് നിഷേധിക്കാനും വൻ സമ്മർദ്ദമാണ് സരിതയ്ക്കുമേലുള്ളത്. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് B ചെയർമാൻ ശ്രീ R ബാലകൃഷ്ണപിള്ള, സർക്കാർ ചീഫ് വിപ്പ് ശ്രീ PC ജോർജ് എന്നിവരാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. ശ്രീ PC ജോർജ്, എന്തുകൊണ്ടാണ് ഈ കത്ത് വായിച്ചപ്പോൾ താങ്കൾക്ക് വിഷമം തോന്നിയത്? ഞാൻ പ്രകാശനോട് പറഞ്ഞത് ഈ കത്ത് ഒരു ചർച്ചയാക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ കത്തിന്റെ ഉടമ കത്തിൽ പരാമർശിച്ചോട്ട് MP ഇപ്പോ വാർത്താക്കുറിപ്പ് ഇറക്കി കഴിഞ്ഞപ്പോ ആ MP ആരാന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. അപ്പൊ ഇനി ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയണം. അത് തന്നെയല്ല, ഈ കത്ത് സംബന്ധമായ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത് എനിക്ക് മാനസികമായി ഇഷ്ടമില്ല. ഞാനത് പല പ്രാവശ്യം പറയുന്നുണ്ട്. ഞാൻ കത്ത് വായിച്ചിട്ടില്ല എന്ന് പ്രകാശമായി ഞാനൊരു കള്ളനാണെന്ന് പ്രകാശ് കരുതും. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ കത്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന് ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഞാൻ ഇല്ലാന്ന് മാത്രമല്ല, എന്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ പറയാൻ പോകണ്ട. ഞാൻ ഏതാണ്ട് ചെയ്ത് വരുത്തി തീർക്കാൻ വരെ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് ഒരു വലിയ ചർച്ച നടക്കാം UDFിനകത്ത്. ആ UDF ചർച്ച നടക്കുമ്പോൾ ഞാനിത് പുറത്തുവിട്ടെന്ന് പറഞ്ഞാൽ വലിയ ഒരു ശ്രീ PC ജോർജ്, അത് പുറത്തുവിട്ട അത് ആര് എന്നുള്ളതല്ലല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മറിച്ച് ഒരു MP, അതല്ലെങ്കിൽ ഒരു മന്ത്രി, അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ താങ്കൾ അഴിമതിക്കെതിരെ കൃത്യമായ നിലപാടെടുക്കും എന്ന് ആവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച ഒന്നാണ് സോളാർ തട്ടിപ്പ്. ആ സോളാർ തട്ടിപ്പിൽ ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ ഈ രാഷ്ട്രീയ നേതാക്കളെ, പാർലമെൻറ്റ് അംഗങ്ങളെ, മന്ത്രിമാരെ സമീപിക്കുമ്പോൾ ആ തട്ടിപ്പിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ജനങ്ങളെ തട്ടിപ്പ് നടത്താൻ അവർക്ക് കൂട്ടുനിൽക്കുക, അതിന് പകരമായി അവരുടെ ശരീരം വിലയായി വാങ്ങുക, അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ വൈകൃതങ്ങൾക്ക് ഇരയാക്കുക. ഇത് ചെറിയ കാര്യമല്ലല്ലോ. കത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് UDFിലെ ഒരു MP ഈ രീതിയിൽ ഒരു തട്ടിപ്പുകാരിയെ ആ തട്ടിപ്പിന് ഒത്താശ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നു? ഞാൻ ദുഃഖിക്കുന്നു. അത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് ഞാൻ നേരിട്ട് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ കൂടെ പേരിലുള്ള അനുഭവങ്ങളാണ് എനിക്കിപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം തമ്പുരാനെ ഓർത്ത് പ്രകാശോട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ കത്ത് സംബന്ധിച്ച് എന്നോട് ഒരു കാര്യം ചോദിക്കരുത്. ഞാനൊരു റിക്വസ്റ്റാണ്. അല്ല, അങ്ങനെ PC ജോർജ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് താങ്കൾ കാണിക്കുന്ന ഒരു വഞ്ചനയല്ലേ? കാരണം PC ജോർജ് ഇന്നും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി, UDF നേതാക്കളുമായി ചർച്ച നടത്തി. അതിലെല്ലാം താങ്കൾ എടുത്ത ആർജവമുള്ള ഒരു നിലപാടുണ്ട്. ചീഫ് വിപ്പ് സ്ഥാനം വേണമെങ്കിൽ ഞാൻ രാജിവെക്കാം, പക്ഷേ നിങ്ങൾ പകരം എനിക്ക്
പകരം എനിക്ക് എന്നെ സ്വതന്ത്രമായി വിടുക. സ്വതന്ത്രമായി വിടുന്നത് എന്തിനാണ്? ഈ അഴിമതിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഈ അഴിമതിക്കെതിരെ പോരാടിയതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് താങ്കൾക്ക് ഈ ഗതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ മിണ്ടില്ല എന്ന് പറയുമ്പോൾ ഇതര രാഷ്ട്രീയ നേതൃത്വവും ശ്രീ പി സി ജോർജും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ പറഞ്ഞല്ലോ, ഇത് സംബന്ധമായ ഒരു ചർച്ചയിലേക്ക് കിടക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ചർച്ചയൊന്നുമല്ല, നിലപാടിന്റെ പ്രശ്നമാണ്, ചർച്ചയൊന്നുമല്ല. പ്രയാസം പറയാം. ഞാനൊരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക, അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. അതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അധികാര രാഷ്ട്രീയത്തിന് മുന്നിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിനകത്ത് ഇറച്ചി കച്ചവടം എനിക്ക് ഇഷ്ടമില്ല, ഞാൻ അതിനില്ല. ശ്രീ പി സി ജോർജ്, ഇറച്ചി കച്ചവടം ആർക്കാണ് ഇഷ്ടം? ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഈ മാധ്യമങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച ഒരു കേസിൽ അതിൽ പ്രതിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയും നിങ്ങൾ UDF നേതൃത്വത്തിലുള്ളവരും തമ്മിലുള്ള ബന്ധങ്ങൾ ആ സ്ത്രീ തന്നെ എഴുതിയത്, അത് പുറത്തു വന്നപ്പോൾ അത് കൊടുക്കുന്നു. ഇങ്ങനെ നടക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇറച്ചി കച്ചവടം നടത്തുകയല്ലേ UDF നേതൃത്വം? ഇറച്ചിക്ക് വില പേശിയിട്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ? അതിനോടെന്ത് നിലപാട്? ഞാൻ ദുഃഖിക്കുന്നു. അതുകൊണ്ട് ഒരു വാക്ക് പോലും എൻ്റെ കയ്യിൽ വരികയില്ല. എന്നോട് പ്രകാശ് ക്ഷമിക്കണം, എനിക്കത് ദുഃഖമുണ്ട്. ഞാനൊരു കത്ത് ജനങ്ങൾ വായിക്കരുത് എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നവനെ, അത് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥന, ഇത് ദൈവത്തെ ഓർത്ത് പുറത്ത് ആ പഴുത്ത പിള്ളേരെ കാണിക്കരുത്. വ്യക്തമാണ്, ദയവായി തുടരുക. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, പി സി ജോർജ് പറയുന്നത് ഈ കത്ത് വായിക്കരുത്, ഇത് പുറത്തുവിടരുത്, ഇത് ദയവായി ജനങ്ങളിലേക്ക് എത്തിക്കരുത് എന്നാണ്. പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി. പക്ഷേ ആർ ബാലകൃഷ്ണപിള്ള, താങ്കൾ ഈ കത്ത് കണ്ടതാണ്, വായിച്ചതാണ്. എന്താണ് UDF രാഷ്ട്രീയത്തെ എങ്ങനെയാണ് അധപ്പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഈ കത്ത് വ്യക്തമാക്കുന്നത്? ഒന്ന് നേരത്തെ ആരും ഇവിടെ പറഞ്ഞ ആത്മാവേശയുടെ ഈ കത്തുണ്ട്, എന്റെ ഈ കത്തില്ല. 2 മണിക്കൂറിൽ കൂടുതൽ ആ കത്ത് എനിക്ക് വായിക്കാൻ കിട്ടിയ സമയം ഒഴിച്ച് രണ്ടാമതൊരാവർത്തി പോലും ഞാൻ വായിച്ചില്ല. വായിക്കുമ്പോൾ മോശമാണെന്ന് തോന്നിയതുകൊണ്ട്. പിന്നെ ഈ സരിത എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ അവരുടെ വീട്ടിലും നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചായിരുന്നു. അവൾ നല്ല പെൺകുട്ടിയായിരുന്നു, മിടുക്കിയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവൾ നല്ല മിടുക്കിയായിട്ട് കഴിഞ്ഞവളാണ്. എല്ലാവരും കൂടെ അവളെ നശിപ്പിച്ചു എന്നുള്ളത് അവൾ പറയുന്നത് വളരെ ശരിയാണ്. അതിനെപ്പറ്റി എനിക്ക് സംശയം, എനിക്ക് പരിചയമില്ല. ഞാനൊക്കെ കണ്ടിട്ടില്ലെന്ന് പറയാൻ അവൾക്കില്ല. ഒരു ദിവസം അന്ന് ഈ സോളാർ വിൽക്കുന്നതിന് വേണ്ടി ഇവർക്ക് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ ഇവിടെ വന്നതെല്ലാം നോക്കിയിട്ട് പോയി. അതിന്റെ കടലാസൊക്കെ തരാൻ പറഞ്ഞു. പിന്നെ കണ്ടില്ല. പിന്നെ ഈ സരിതയാണ് അന്ന് വന്നതെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത് തന്നെ. അത്രയുള്ളൊരു പരിചയമേ എനിക്കുള്ളൂ. ഒരു നശിപ്പിച്ചത് ഒരു 2ാം കല്യാണത്തോടു കൂടിയാണ് നശിപ്പിച്ചത്. ഒരു മര്യാദക്കാരി പെണ്ണായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ആ മര്യാദക്കാരിയെ ഈ നിലയിലാക്കിയവർ ഒരുപാട് പേരുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ മാതിരി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ചാനലുകാരൊക്കെ ചോദിച്ചു ഒരു സത്യം പറയും. ഞാൻ സത്യമേ പറയൂ, കള്ളം പറഞ്ഞു. പക്ഷെ സത്യം പറയാതിരിക്കാം, അത് വേറൊരു കാര്യം, അത് കള്ളമല്ല. അതായത് ഈ കത്ത് എൻ്റെ കയ്യിലില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ കത്ത് ആരുടെയിലാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ജോർജും വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ കത്ത് പല കോപ്പിയായിട്ട് പുറത്തു പോയിരിക്കണമല്ലോ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ ഈ കത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വിപണമായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് താഴെ വീടാൻ അനുയോജ്യമായി ഇതിനേക്കാൾ എത്രയോ ഭീകരമായ കാര്യങ്ങൾ ആ കത്തിലുണ്ട്. എന്നോട് പത്രക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഈ അനാവശ്യമായ കാര്യങ്ങൾ എന്റെ മാന്യതയും എന്റെ ധാർമ്മികതയും വെച്ച് അനാവശ്യമായ കാര്യങ്ങൾ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണ്. കള്ളം പറയാൻ വേത്തോണ്ട് ഞാൻ കണ്ടു. പക്ഷെ അതിന്റെ ഒരു കാര്യവും പുറത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പറയുകയുമില്ല. അങ്ങനെ പറയണമായിരുന്നെങ്കിൽ ഈ ഗവൺമെന്റിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ ഇത് പുറത്തു വന്ന കാലത്ത് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ആ കത്തിന്റെ ഉള്ളടക്കം താങ്കൾ പറയാതിരുന്നതും ആ കത്ത് ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി താങ്കൾ ഉപയോഗിക്കാതിരുന്നതും താങ്കളുടെ നന്മ, അതിലൊന്നും തർക്കമില്ല. ഇവിടെ ഒരു UDFന്റെ MP സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ തട്ടിപ്പിൻ്റെ പ്രതിയായ ഒരു സ്ത്രീയുമായി നടത്തിയ പ്രവർത്തനങ്ങൾ ആ സ്ത്രീ തന്നെ പറയുകയാണ്, MP-മാർ ഇങ്ങനെയാണ്, മന്ത്രിമാർ ഇങ്ങനെയാണ്, രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയാണ്, കാര്യങ്ങൾ ചെയ്തു തരും, പകരം ശരീരം കൊടുക്കണം, പകരം അവരുടെ വൈകൃതങ്ങൾക്ക് കൂട്ടുനിൽക്കണം. അങ്ങനെ പറയുമ്പോൾ അത് UDF രാഷ്ട്രീയം എന്തുകൊണ്ട് ആ പതനത്തിലെത്തി നിൽക്കുന്നു? എന്താണ് UDFൽ സംഭവിച്ചിരിക്കുന്നത്? UDFലെ MP-മാർക്കും മന്ത്രിമാർക്കും ഇപ്പോൾ റബ്ബർ കർഷകരുടെ പ്രശ്നമുണ്ട്, പലവിധ പ്രതിസന്ധികളുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാതെ ഈ സ്ത്രീക്ക് പിന്നാലെ മണപ്പിച്ച് പോകുന്ന ഈ പണി, അതിനാണോ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്?
ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക്, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഈ സരിത എന്ന് പറയുന്ന ആ പെൺകൊച്ചെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർക്കണം. നിങ്ങളുടെ ചാനലിൽ പറഞ്ഞു ജോസ് കെ മാണി അല്ലയോ, ഞാൻ എഴുതിയാണ്, എന്റെ കൈപ്പടയാണ്. അവരുടെ അഡ്വക്കേറ്റ് ഈ കത്ത് ജയിലിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്ന രാധാകൃഷ്ണൻ പറയുന്നു ഇത് അവരുടെ കൈപ്പട തന്നെയാണ്, അവർ എഴുതിയാണ്. പക്ഷെ വേറൊരു ചാനലിൽ അവർ പറയുന്നു എന്റെ അല്ല, ഫോറൻസിക്കിന് ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു അവരുടേതല്ല എന്ന് അവർ നിഷേധിച്ചു കഴിഞ്ഞാൽ അവരുടേതാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് വരെ, അത് ബോധ്യപ്പെടുത്തേണ്ടത് ആരാന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ പുതിയ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ പരാതി കൊടുത്താൽ അവരുടെ അല്ല, കാര്യമില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഇനിയിപ്പോ ഈ പറഞ്ഞ MP-യുടെയും UDF-ന്റെ ഒക്കെ ജോലിയാണ്. അങ്ങനെയാണ് നിയമം. തെളിവ് കൊടുക്കേണ്ടത് പ്രോസിക്യൂഷൻ അല്ല, വാദിയല്ല. തെളിവ് കൊടുക്കേണ്ടത് പ്രതിയാ, ചെയ്തില്ല എന്ന് തെളിവ് കൊടുക്കേണ്ടത്. അത് വരട്ടെ. പക്ഷെ അല്ല എന്ന് പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കേണ്ട കാര്യം ഇപ്പൊ ഉണ്ടോന്ന് ഇത് 2-4 ദിവസത്തിലും പരിഹരിക്കാം. ഒന്നാമത് ഇതിന്റെ പ്രതി ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പറയുന്ന കടലാസിന്റെ പിന്നെ അക്ഷരം കൈപ്പട ഇവരെ പല കോടതികളിലും അവിടെ ഇവിടെയൊക്കെ കൊടുത്ത പെറ്റീഷൻസ് കാണില്ലേ, സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്ത. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, അതിലൊന്നും തർക്കമില്ല. കാരണം സരിത എസ് നായർ റിപ്പോർട്ടറോട് പറഞ്ഞിട്ടുണ്ട് ഇത് തൻ്റേതാണ്, അതിൽ ഉന്നയിക്കപ്പെടുന്ന വ്യക്തി ഇന്നതാണ് എന്ന കാര്യം റിപ്പോർട്ടറോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റിപ്പോർട്ടർ TV സരിത വിവിധ കോടതികളിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പെടുത്തിട്ടുണ്ട്. കയ്യക്ഷരത്തിലോ ഇത് അവരുടേതാണ് എന്നതിലോ ഒന്നും തന്നെ തർക്കമില്ല. കാരണം മുമ്പും ഈ സ്ത്രീ അവരുടെ ആരോപണങ്ങൾ പിന്നീട് രാഷ്ട്രീയ സ്വാധീനത്തെ തുടർന്ന് അതല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് തൽക്കാലം നിശബ്ദമാക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകളെ തുടർന്ന് മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വിഷയം കേരളത്തിലെ ഒരു തട്ടിപ്പിൽ, ഒരു സോളാർ തട്ടിപ്പിൽ, അതിൽ മന്ത്രിമാർ, MP-മാർ, രാഷ്ട്രീയ നേതാക്കൾ UDF-ന്റെ അവർ പ്രതിഫലമായി ഈ സ്ത്രീയെ ഉപയോഗിച്ചു എന്ന് ആ സ്ത്രീ പറയുകയാണെങ്കിൽ ഒരു സമഗ്രമായ അന്വേഷണമല്ലേ വേണ്ടത്? അതല്ലേ ആവശ്യപ്പെടേണ്ടത്? തീർച്ചയായിട്ടും അതിനൊരു സംശയം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, തീർച്ചയായിട്ടും അത് വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ഇപ്പൊ ഈ കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിന് സംശയമൊന്നുമില്ല. നമ്മുടെ ഈ പറയുന്ന ഈ കത്തിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ അന്വേഷണങ്ങളും വേണ്ടി വന്നേക്കും. അതും വേറൊരു കാര്യം. അന്വേഷിക്കേണ്ടത് ആവശ്യമായി. ഇപ്പോൾ ഇന്നിപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സെക്രട്ടറി ശ്രീ കോടിയേരി പറഞ്ഞിരിക്കുന്നതിലൂടെ യോജിക്കുക. ഇത്രയൊക്കെ ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു കേസെടുത്ത് അന്വേഷിക്കണം. കാരണം നമ്മുടെ നിയമത്തിലെ പുതിയ വ്യവസ്ഥയനുസരിച്ച് ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞാൽ ആ പരാതി കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യണം. അങ്ങനെയാണല്ലോ അബ്ദുള്ള കുട്ടിയുടെ പേരിൽ പരാതി പറഞ്ഞപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്. ആ കേസ് എന്തായെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് പത്രത്തിൽ കണ്ട ഓർമ്മയായിരിക്കുള്ളൂ. നിയമപരമായി ഇത് ചെയ്യേണ്ടതാണ്. കോടിയേരി ഇന്ന് പറഞ്ഞിരിക്കുന്നത് 100% ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ഡൗട്ട് പറയുമ്പോൾ ഒരു സാഹചര്യം കൊടുക്കും. അത് കൃത്യമാണ്. പക്ഷേ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു. പത്തനംതിട്ട ജയിലിൽ നിന്ന് പൂർത്തീകരിച്ച് ഈ കത്ത് വന്നപ്പോൾ, അതുപോലെ തന്നെ അവരുടെ അഭിഭാഷകനായ ആൾ അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് കത്ത് കണ്ടപ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായപ്പോൾ അത് സരിതയുടേത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും ആ കത്തിൻ്റെ ഉള്ളടക്കം വായിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് അതിനെക്കുറിച്ച് പറയാവുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുമോ? അല്ല, അത് പറയേണ്ട കാര്യമില്ല. എന്നെ കൊണ്ട് കാണിച്ച ആള് എനിക്ക് വിശ്വാസമുള്ള ആളായിരുന്നു. എന്നെ കൊണ്ട് കാണിച്ചപ്പോൾ ഞാനത് വായിച്ചു നോക്കി. ഞാൻ ആ മാതിരി ഒരു കത്ത് എന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അത് അവർക്കൊക്കെ അറിയാം. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കറിയാം. ബഹുമാന്യനായ ആരാധ്യനായ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം. ബാലകൃഷ്ണപിള്ള അത്തരക്കാരനല്ല എന്ന് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. എനിക്കതിനെപ്പറ്റി അത്രേ പറയാനുള്ളൂ. ദയവായി താങ്കൾ തുടരുക. ശ്രീ അജയ് തറയിൽ, കേരളത്തിലെ UDF ഒരു പുതിയ പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ്. സോളാർ കേസ് കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നു. അതിൽ MP-മാർ ഉൾപ്പെടുന്നു. മന്ത്രിമാരുടെ പേരുകൾ പുറകെ വരാൻ പോകുന്നു. നേതാക്കളുടെ പേരുകൾ വരാൻ പോകുന്നു. ഏതാണ്ട് 46 പേജിൽ 23 പേപ്പറുകളായി എഴുതി നൽകിയിരിക്കുന്ന ഈ കത്ത്, അത് സരിതയെ കൊണ്ട് നിഷേധിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു സമഗ്രമായ അന്വേഷണത്തിന് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ സർക്കാർ തയ്യാറുണ്ടോ? അല്ല, ഈ കത്ത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും നമുക്കറിയില്ല. സരിത എസ് നായർ എറണാകുളം CGM കോടതിയിൽ കൊടുത്തത് 3 പേജുള്ള ഒരു കത്താണ്.
ആ കത്ത് ആൾറെഡി അവർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ 2 കള്ളാസ് കേസം ഇവിടെ വന്ന് ഈ സാഹചര്യത്തിൽ വന്ന് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതിന്റെ പേരിൽ ഒരു കടലാസ് വന്ന ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പറയാനോ ഒരു വിവാദങ്ങൾക്കോ നമ്മൾ തുടക്കം കുറിക്കേണ്ട ആവശ്യമില്ല. ഇത് സരിതാ എസ് നായർ എഴുതി എന്ന് പറയപ്പെടുന്ന 23 താളുകളുള്ള കള്ളാസിന്റേതാണ് എന്ന് തെളിയിക്കുന്ന സമയത്ത് മാത്രമേ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. അല്ല ശ്രീ അജയ് തറേ, കാര്യം ഈ സരിതയുടെ 46 പുറങ്ങളിലായിട്ടുള്ള 23 കടലാസുകളിലായിട്ടുള്ള ഈ കത്ത് അത് ലഭിച്ച ശേഷം റിപ്പോർട്ടർ TV സരിതയോട് ചോദിച്ചു. സരിത അതിന് മറുപടി പറഞ്ഞു. അത് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെയും. മറ്റൊന്ന്, വിവിധ കോടതികളിൽ സരിത സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയ സത്യവാങ്മൂലങ്ങളുണ്ട്. അതും ഈ കൈപ്പടയും ശരിയാണ്. ഈ ഇപ്പോൾ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള തന്നെ പറഞ്ഞില്ലേ, പത്തനംതിട്ട ജയിലിൽ നിന്ന് അത് അദ്ദേഹം കണ്ടതും വായിച്ചതും അതിൻ്റെ അത് തന്നെയാണ് എന്ന ഉറപ്പും. നിങ്ങൾ എന്തുകൊണ്ടാണ്, ഇവിടെ വിവിധ മുന്നണികൾ ഭരിച്ചിട്ടുണ്ട്, വിവിധ പാർട്ടികളുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഒരു പാർലമെൻറ്റ് അംഗത്തിന് നേരെ, ഒരു 1-2 മന്ത്രിമാർക്ക് നേരെ, നേതാക്കൾക്ക് നേരെ കേരളത്തെ ഞെട്ടിച്ച ഒരു തട്ടിപ്പ് കേസിലെ പ്രതി പറയുകയാണ്, ഇവരെല്ലാം ഓരോ സമയങ്ങളിലായി എന്നെ ഇന്ന രീതിയിൽ ഉപയോഗിച്ചു, പുറത്തു പറയാൻ കഴിയാത്തതാണ് അവർ പറയുന്ന കാര്യങ്ങൾ, അത് ശരിയല്ല, അത് എവിടെ നിന്നോ ചാടി വീണ കത്താണ്, അത് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഗമാണ് എങ്കിൽ നാളെ ഉമ്മൻചാണ്ടിക്ക് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് ഒരു സമഗ്രാന്വേഷണത്തിന് ഉത്തരവിട്ടുകൂടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ? തീർച്ചയായിട്ടും ശ്രീ ജോസ് കെ മാണി തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം നാളെ തിരുവനന്തപുരത്തെത്തി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന്. അത് ഒരു പോലീസ് അന്വേഷണത്തിന് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകും. നാളെ ശ്രീ ജോസ് കെ മാണി അല്ല, ജോസ് കെ മാണിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ മൊത്തം കത്തിൽ ഇത് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഞാൻ ആ സോളാറിൻ്റെ കാര്യങ്ങളുമായി ഇന്ന MP ചെന്ന് കണ്ടപ്പോൾ ഇന്ന MP ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന രീതിയിൽ എന്നോട് പെരുമാറി എന്നാണല്ലോ പറയുന്നത്. ഇന്ന മന്ത്രിയെ കണ്ടപ്പോൾ ആ മന്ത്രി എൻ്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ മേടിച്ച ശേഷം, ഈ തട്ടിപ്പിൻ്റെ ഒരു വിഹിതം മേടിച്ച ശേഷം എന്നോട് ഇന്ന രീതിയിൽ പെരുമാറി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സോളാർ കേസുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ UDFൻ്റെ MP-മാർ, മന്ത്രിമാർ എല്ലാവരും പങ്കാളികളായിരുന്നു. പ്രതിഫലമായി നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ ഇറച്ചിയുടെ കഥ ചർച്ച ചെയ്യരുതെന്ന്, അതാണ് വാങ്ങിയത്. അതിൽ സമഗ്രാന്വേഷണം, അല്ലാണ്ട് ഒരു കേസിൽ ഒരു കടലാസിലല്ല, സമഗ്രാന്വേഷണം, സത്യം പുറത്തു വരട്ടെ, ഒരു വൈറ്റ് പേപ്പർ വരട്ടെ. അതിന് തയ്യാറുണ്ടോ? അല്ല പ്രകാശ്, അതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ലല്ലോ. ഒരു 2 പേപ്പർ 2 പേജ് എഴുതിയ കത്ത്, അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 46 പേജുള്ള വിശദമായ കത്ത് വെച്ചിട്ട് ആരെങ്കിലും പരാതി കൊടുക്കൂ, അന്നേരം അന്വേഷിക്കാം. അല്ലാതെ ഇവിടെ ചാനലുകളിലൂടെ ഇങ്ങനെ 2 കത്ത് പുറത്തു വന്നു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊരു സമഗ്ര അന്വേഷണം നടത്തി കോൺഗ്രസുകാരും UDFകാരും എല്ലാം നിഷ്കളങ്കരാണ് എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് 23 താളുകളുള്ള ഈ കത്തിന്റെ പൂർണ്ണ രൂപം വെച്ച് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും UDFന്റെ നേതാക്കന്മാർക്കെതിരെ പരാതി കൊടുത്താൽ അതിനെക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്താം എന്നതിനപ്പുറത്തേക്ക് ഈ ചാനലുകളിൽ വരുന്ന ഇത്തരം കത്തുകളുടെ ചെറിയ നുറുങ്ങുകൾ വെച്ചുകൊണ്ട്, കുറിപ്പുകൾ വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്താനോ അത് സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും വ്യക്തമാണ്. അത് താങ്കളുടെയും പാർട്ടിയുടെയും നിലപാടാണ്. ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെയാണോ ഒരു സർക്കാർ ഇതിൽ പ്രതികരിക്കേണ്ടത്, ഒരു മുന്നണി നേതൃത്വം പ്രതികരിക്കേണ്ടത്? എനിക്ക് സരിതാ നായരുടെ കത്ത്, അത് ഉണ്ടാക്കുന്ന വിവാദങ്ങൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം അത് മലീമസമായ ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അത് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശവും വളരെ ദുഷ്ടമായതാണ്. അത് എന്തുമാവട്ടെ, നമ്മൾ മാന്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടം. ഞാൻ വൈകുന്നേരം വരെയും ചാനൽ ചർച്ചകളിലെ പറഞ്ഞിരുന്നത് PC ജോർജ് വളരെ നല്ല ഒരു ഗെയിം കളിക്കുകയാണ്. പക്ഷെ ഇപ്പോ ആ ഗെയിം അത്ര നല്ലതല്ലാതായിരിക്കുന്നു. പ്രകാശ്, ഇതിന്റെ രാഷ്ട്രീയ വശമേ എന്നോട് ചോദിക്കാവൂ എന്നാണ് എന്റെ അഭിപ്രായം. അല്ല ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പറഞ്ഞത്
എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരു നല്ല മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ കാര്യങ്ങളിൽ ഒരഭിപ്രായം ഈ ത്രിസന്ധിയിൽ പറയുന്നതിന് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. ഇത് അവതരിപ്പിക്കുന്ന എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? നമ്മൾ നേരം വെളുക്കും മുതൽ ഈ എം പിമാർക്കും മന്ത്രിമാർക്കും നമ്മൾക്ക് പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് പണിയെങ്കിൽ അത് രാജ്യത്തെ ബാധിക്കുന്നില്ല. ഒരു എം പിയുടെ ശമ്പളം എത്രയാ? അത് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് ചർച്ച ചെയ്യേണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ അവർ രക്ഷപ്പെടുകയല്ലേ? അല്ല, ചർച്ച ചെയ്യാനേ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ, അവര് ചർച്ച ചെയ്തോട്ടെ. അപ്പോ എനിക്ക് ഈ വിഷയം ഇതായത് കൊണ്ടാണ് ഇപ്പൊ നാളെ രാഷ്ട്രീയമായ ശ്രീ ജേക്കബ് ജോർജ് പറയുന്നത് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ താങ്കളെ അതിൽ ഒരു രീതിയിലും ഇതായിട്ട് കാണുന്നില്ല. മറിച്ച് താങ്കൾ പറഞ്ഞ വാദമെടുക്കുക. ഈ കത്ത് ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിൽ അതിന് പുറകിൽ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം നമ്മൾ വാദത്തിന് അംഗീകരിക്കുക. ഈ കത്ത് പുറത്തുവിട്ടത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണെന്ന് അംഗീകരിക്കുക. ഇതിൽ സരിതയെ നാളെ ഇതിൽ നിന്ന് പിന്മാറ്റിയേക്കാം എന്ന ആ കാര്യം അംഗീകരിക്കുക. അല്ലെങ്കിൽ സരിത ഇത്തരം കത്തുകൾ പുറത്തുവിടുന്നതിന് പിന്നിൽ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് അംഗീകരിക്കുക. പക്ഷേ ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുമ്പോഴും നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഭരണതലത്തിലുള്ള ആളുകളല്ലേ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിൻ്റെ തെറ്റും ശരിയും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൽ തീർപ്പുണ്ടാക്കേണ്ടതില്ലേ? അന്വേഷണം വേണം. ഇക്കാര്യത്തിലെ ബഹുമാനപ്പെട്ട ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ പലതവണ ഞാൻ പല വേദികളിൽ ഞാൻ വിമർശിച്ചിട്ടുള്ള ആളാണ്, എഴുതിയിട്ടുള്ള ആളാണ് വർഷങ്ങളായി. പക്ഷെ അദ്ദേഹം ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഇപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം പ്രതികരിച്ച രീതി തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം അഭിനന്ദനീയമാണ് എന്ന് തന്നെ ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഉപയോഗിക്കുകയാണ് പ്രകാശിന്റെ സമയം കൊണ്ട്. കാരണം അദ്ദേഹം ഉത്തമമായ വളരെ ഉയരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ നിലപാട്, രാഷ്ട്രീയമായ മാന്യത അദ്ദേഹം ലോകത്തിന് മുമ്പിൽ, മലയാളികൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുകൊണ്ട് ഇത് അന്വേഷണം വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് വരട്ടെ, അത് അന്വേഷിക്കണം. തീർച്ചയായിട്ടും അത് എം പി എന്ന നിലയ്ക്ക് ജോസ് കെ മണിക്കും ചിലത് പറയാനുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ വാദവും കേൾക്കണം. ഈ സരിത നായർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കേൾക്കണം. ശ്രീ പ്രതാപൻ, ഇപ്പോൾ റബ്ബർ കർഷകർ, റബ്ബറിന് വിലയില്ല, ആരോ ഒരാൾ കഴിഞ്ഞ ദിവസം പാലായ്ക്കടുത്ത് ആത്മഹത്യ ചെയ്തു. ആ രീതിയിലാണ് പ്രശ്നങ്ങൾ. പക്ഷേ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത ഈ വിഷയങ്ങൾ പാർലമെൻറ്റിലേക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അയക്കുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി അയക്കുന്ന എം പിമാർക്ക് ഈ പോകുന്ന വഴിക്ക് വിമാനത്താവളത്തിലും ആ എം പിയുടെ ഫ്ലാറ്റിലും അതുപോലെ കിട്ടുന്ന മറയിലുമെല്ലാം പണി ഇതാണോ? എങ്ങനെ നിങ്ങളിതെല്ലാം സഹിക്കുന്നു? ഞാൻ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇവിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് ഈ പ്രകാശേട്ടൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഇന്ന് വൈകുന്നേരം വരെ ശ്രീ പി സി ജോർജ് ഒരു നല്ല ഗെയിം കളിക്കുകയായിരുന്നു, അത് അവസാനം ഇങ്ങനെയായി എന്ന്. ഏത് ലെൻസിലൂടെയുള്ള നിരീക്ഷണമാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം ജേക്കബ് ജോർജിന് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെ ഗുണഭോക്താക്കൾക്കെതിരെയുള്ള എന്ത് കാര്യം വന്നാലും അതിന്റെ ഒരു സൈഡിലൂടെ പി സി ജോർജിന്റെ പേര് പരാമർശിക്കുക അദ്ദേഹത്തെ ഒരു കുലത്തൊഴിലാക്കി മാറ്റിയിരിക്കുന്ന ഒരു വിനോദമാണ്. അതിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന തസ്തികയിലിരിക്കുന്ന ജേക്കബ് ജോർജ് ഇനിയെങ്കിലും ഈ പണി നിർത്തണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. പിന്നെ പ്രകാശേട്ടൻ ചോദിച്ച ഈ രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ സംസ്കാരം, പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം ഉയർന്നു വന്നേ മതിയാവുള്ളൂ. രാഷ്ട്രീയ രംഗം അടിമുടി ശുദ്ധീകരണത്തിന് വിധേയമാകണം. ആ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു വശത്ത് ശ്രീ പി സി ജോർജ് നിൽക്കുന്നു, മറുവശത്ത് ഈ രാഷ്ട്രീയ ശുദ്ധീകരണത്തിന് വിധേയരാകാൻ താല്പര്യമില്ല എന്ന നിലപാടെടുത്തിട്ടുള്ളവർ നിൽക്കുന്നു. ആ ഒരു സംവാദത്തിനിടയിലേക്ക് ഈ സരിതാ നായരുടെ കത്തിനെക്കുറിച്ചോ അതിലെ പരാമർശനങ്ങളെക്കുറിച്ചോ സംസാരിക്കുവാൻ എന്നെ പോലെ ഈ രാഷ്ട്രീയ രംഗത്തെ പിച്ചവെച്ച് നടക്കുന്ന ഒരാളെ പ്രകാശേട്ടൻ ദൈവത്തെ ഓർത്ത് നിർബന്ധിക്കരുത്, അതിനുവേണ്ടി പ്രേരിപ്പിക്കരുത്. ഇതാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കുക. വ്യക്തമാണ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഏതാണ്ട് എല്ലാവരും തന്നെ ഒഴിഞ്ഞു മാറാനുള്ള പ്രവണത കാണിക്കുന്നു. ഇതെന്തോ മഹാ അപരാധമാണ്. ഈ കത്തിൻ്റെ ഉള്ളടക്കം, ഇത് ഉയർത്തുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്താൽ അത് വലിയ തെറ്റാണ്, അങ്ങനെ ചർച്ച ചെയ്യാനുള്ളതല്ല ഈ കത്തിൻ്റെ വിഷയങ്ങൾ. അങ്ങനെയാണോ? നമുക്കിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ അതിൻ്റെ സ്ഥാപനത്തിലേക്ക് തന്നെ നയിച്ചത് പീച്ചി യാത്ര, ചാക്കോയുടെ പീച്ചി യാത്ര. അതുപോലെ പല സമയത്തും ഇപ്പോൾ ഐസ്ക്രീം പാർലർ പെൺവാണിഭം ഒരു ഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കി.
എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ പൊതുസമൂഹത്തിൻ്റെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം രീതികളിലേക്ക് വ്യതിചലിക്കുന്നത്? അത് ആശാസ്യമാണോ? ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതല്ലേ? പ്രകാശേ, 27ാമത്തെ വയസ്സിൽ പീച്ചി രാഷ്ട്രീയം, അതായത് അന്ന് ആർ ശങ്കറും CK ഗോവിന്ദൻ നായരും കൂടി കളിച്ച രാഷ്ട്രീയം ഉണ്ടല്ലോ, പീച്ചി, അത് എതിർത്തയാളാണ് ഞാൻ. ഈ വയസ്സെനിക്ക് 27. അന്ന് ഞാൻ MLA ആണ്, ACC മെമ്പറാണ്. 8 ACC മെമ്പർമാരെ അന്ന് കേരളത്തിൽ നിന്നുള്ളൂ, മെമ്പറാണ്. അത് എതിർത്താളാ. ഞാൻ ഇന്നും ആ നിലപാടി നിൽക്കുക, എതിർത്ത് നിൽക്കുക. PT ചാക്ക ഒരു തെറ്റും ചെയ്തില്ല, ഒരു ഫ്ളാറ്റിലും ആരെയും കൊണ്ടുപോയില്ല. കാറിൽ തന്നേക്കാൾ പ്രായം കൂടിയ ഞങ്ങളോടൊപ്പം KPCC മെമ്പറായിരുന്ന, കേരള പ്രദേശ് കോൺഗ്രസ് മെമ്പറായിരുന്ന പട്ടമസ് മേനോനുമായി ആലുവയിൽ നിന്ന് പട്ടാപ്പകൽ അവർക്കൊന്ന് തൃശ്ശൂർ ഇറങ്ങണമെന്ന് പറഞ്ഞു. പോയ വഴിക്ക് തൃശ്ശൂരിന്റെ ഇപ്പുറം വെച്ചൊരു കാളവണ്ടി തട്ടിയതാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ആദർശം പറയുന്ന പലരും നിയമസഭയ്ക്ക് പുറത്ത് കോൺഗ്രസിൽ നിന്ന് നിരാഹാരം അനുഷ്ഠിച്ചു. അതൊന്നും ശരിയല്ലെന്ന് അന്നും പറഞ്ഞാളാ. എനിക്ക് അഭിപ്രായത്തിൽ വ്യത്യാസമില്ല. മാത്രമല്ല, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, അന്ന് കോൺഗ്രസിൽ നിന്ന് ചാക്കോയ്ക്കെതിരെ അത്തരമൊരു നീക്കമുണ്ടായെങ്കിൽ ഇന്നിപ്പോൾ ഇത് ഒരു MPയിൽ ഒതുങ്ങുന്നില്ല. ഈ 23 കടലാസുകളിലായി കിടക്കുന്ന 46 പേജുകളിലേക്ക് വരുമ്പോൾ പട്ടിക നീളുകയാണ്. ചെയ്തികളുടെ ആഴവും പരപ്പും അത് കൂടുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഈ കത്ത് കത്തിച്ചു കളയുകയോ ഇതില്ല എന്ന് വരുത്തുകയോ ഇത് പുറത്തു വരുന്നത് മഹാ അപരാധമാണെന്ന് സ്ഥാപിക്കുകയൊക്കെയാണ് ഇന്നത്തെ രാഷ്ട്രീയം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് മുഴുവനാക്കാൻ സമ്മതിച്ചില്ല പ്രകാശ്. അപ്പം ഞാൻ അന്ന് മുതലേ ഇതിനെതിരാണ്. എനിക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അഭിപ്രായ വ്യത്യാസം പറയേണ്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി അഭിപ്രായ വ്യത്യാസം പറയേണ്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ വന്നിരിക്കുന്നത് എന്താ? ഇന്നിപ്പോ നിങ്ങളുടെ TV-യിൽ സരിത മാണി നാളെ കൊടുക്കുകയില്ല. മാണിയുടെ മകൻ നാളെ കൊടുക്കുകയാണല്ലോ. മാണിയുടെ മകൻ കൊടുക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ മാണി അറിഞ്ഞാണല്ലോ ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി നിർബന്ധിതമാകുമല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് വരുമല്ലോ, വരാതിരിക്കും ഒക്കെയല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൂടാത്ത വേറെ ഇതിനേക്കാളൊക്കെ വലിയ എത്രയോ കാര്യങ്ങൾ നടന്നു. ഇതൊക്കെ ആദ്യമേ തന്നെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. വളരെ നന്ദി ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ശ്രീ PC ജോർജ്, ശ്രീ അജയ് തറയിൽ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ മാലേത്ത് പ്രതാപൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.